റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴുള്ള അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. റെസനേറ്റായ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത വിട്ടുകളയൂ. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് റീഡിങ് കാണൂ. നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ കാഴ്ചപ്പാട്, നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവരുടെ ഫ്യൂച്ചറിലെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല കാഴ്ചപ്പാടാണോ, അതോ ഇതുവരെയുള്ള കാഴ്ചപ്പാട് തന്നെയാണോ ഇനി അവിടുന്ന് അങ്ങോട്ടും ഉള്ളത് എന്നും, അതുപോലെ അതോ മോശം കാഴ്ചപ്പാടാണ് നിങ്ങളെക്കുറിച്ച് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഓർത്തുകൊണ്ട് നിങ്ങൾ റീഡിങ് കാണാൻ ശ്രമിക്കൂ. റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. കാരണം മുൻ സമയങ്ങളുടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ വരുന്നതോടുകൂടി എന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി, അതായത് ഒരു ഫ്രണ്ട്സിനോട് എന്നപോലെ വളരെ എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നും, അതുപോലെ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് കൺട്രോൾ ചെയ്യാതെ എന്തും വെട്ടിത്തുറന്ന് പറയുകയും, ഇപ്പോൾ ദേഷ്യമാണെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുക, സ്നേഹമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക, ആ രീതിയിൽ ഉള്ളൊരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുപോലെ നിങ്ങളെ അവർ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് വളരെയധികം സ്നേഹം, അതുപോലെ ഒരു പാഷനേറ്റ് ലവ് ആണ്. മുൻ സമയങ്ങളിൽ അത്രയൊന്നും നിങ്ങളോട് താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്ന ഫ്യൂച്ചറിൽ കൂടുതൽ സ്നേഹവും പരിഗണനയും ലാളനയും എല്ലാം നൽകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതും എല്ലാം നൽകാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു. അതുപോലെ മുൻകാലങ്ങളിൽ അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് അവർ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടി അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും നിങ്ങളെ കൂടുതൽ പരിഗണിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട്. അതുപോലെ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് കൂടുതൽ സ്നേഹവും കരുതലും എല്ലാം നൽകിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്നാണ് നിങ്ങളെ വ്യക്തി ഈ സമയം ഫ്യൂച്ചറിനെ കുറിച്ചുള്ള, നിങ്ങളുടെ കൂടെയുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും ആഗ്രഹങ്ങളും എല്ലാം. റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ.